വെൽക്കം ടു ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ടൈപ്പ്റൈറ്റിംഗ് അറിയാമെങ്കിൽ, ഹയർ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ കോഴ്സ് കഴിഞ്ഞ് ഇരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ ഇപ്പോൾ വേക്കൻസി ഉണ്ട്. നിങ്ങൾ ഈ ഒരു സൈറ്റ് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രത്യേകിച്ചും ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ജോബ് ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾ, നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഈ ഒരു ഓൺലൈനായിട്ട് നമ്മുടെ കേരള PSC ഒക്കെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ നിങ്ങൾ ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്തു വെക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, താഴെ നിങ്ങൾക്ക് കാണുന്നില്ല. അവിടെ രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാം എൻട്രി ചെയ്തിട്ട് സാധാരണ PSC ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഇനി വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റും, നമ്മുടെ PSC സൈറ്റിലുള്ള പോലെ തന്നെയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ വേക്കൻസി ഉള്ളത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 NCA, അതുപോലെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ജഡ്ജിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. അപ്പോൾ ഈ ഒരു 2 വേക്കൻസി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് വേക്കൻസി എന്നുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി ആയിട്ടുള്ളത് NCA വേക്കൻസി, അതായത് ജനറൽ ആയിട്ടുള്ളതല്ല, ജനറൽ വേക്കൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ കേരള സ്റ്റേറ്റ് ഹയർ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ, അതിൻ്റെ ഇപ്പോൾ ഉള്ളത് NCA വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ള വേക്കൻസി എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്, 37,400, 79,000 സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ എനി ഡിഗ്രി മതി. ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈപ്പ് റൈറ്റിംഗ് ഹയർ, അതുപോലെ ഷോർട്ട് ഹാൻഡ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. വിശ്വകർമ്മ, അങ്ങനെയുള്ള മുസ്ലിംസ് 2 വേക്കൻസി, OBC 1 വേക്കൻസി. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത്. ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ്, അതുപോലെ KGTE ഹയർ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, KGTE ഹയർ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ്. ഇത്രയാണ്. ഡിസേറബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഡിസേറബിൾ ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 84-നും 2007-നും ഇടയിൽ ജനിച്ചവർക്കാണ്. OBC ആണെങ്കിൽ 86, SC ST ആണെങ്കിൽ 84-ന് ശേഷം, OBC ആണെങ്കിൽ 86-ന് ശേഷം ജനിച്ചവരാണ് ആകണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങളിപ്പോൾ നേഴ്സിംഗ് ഡിഗ്രി ആണെങ്കിലും അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ഡിഗ്രി ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചോദിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ്, അതുപോലെ ഷോർട്ട് ഹാൻഡിൻ്റെ ഉള്ള ആ ഒരു കോഴ്സ് പാസ്സായവർക്കാണ് ഇപ്പോൾ നിയമനമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഈ ഒരു അപ്ലൈ ഓൺലൈൻ നിങ്ങൾ ഒരു രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ വേക്കൻസി വരുന്നതായിരിക്കും. വരുന്ന മുഖേന ഞാൻ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഹൗ ടു അപ്ലൈ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ ടു അപ്ലൈ, ഗൈഡ് ലൈൻസ് ഫോർ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സൈറ്റിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.